ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ബദ്രിനാരായണ ക്ഷേത്രത്തിനടുത്ത് അളകനന്ദ നദിയുടെ തീരത്ത് പിതൃക്കൾക്കായി ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുന്ന ഒരിടമുണ്ട്. അവിടെയാണ് ഈ ബ്രഹ്മകപാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭഗവത മാഹാത്മ്യത്തിൽ ഗോകർണൻ ഗയാശ്രാദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗയയിൽ ശ്രാദ്ധം നടത്തുന്നതിനേക്കാൾ ഇരട്ടി ഫലമാണ് ബ്രഹ്മകപാലിലെ ശ്രാദ്ധകർമ്മങ്ങൾക്കെന്നാണ് വിശ്വാസം. മഹാഭാരത യുദ്ധത്തിൽ ബന്ധുക്കളെ കൊന്ന മഹാപാപം തീർക്കുന്നതിനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം പഞ്ചപാണ്ഡവർ ഇവിടെ വന്ന് ബലികർമ്മങ്ങൾ നടത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. ബ്രഹ്മകപാൽ എന്ന വാക്കിനർത്ഥം ബ്രഹ്മാവിൻ്റെ ശിരസ് എന്നാണ്. ഒരിക്കൽ ബ്രഹ്മദേവൻ തൻ്റെ മകളായ പൃഥ്വി അതായത് ഭൂമിയെ തെറ്റായ ഉദ്ദേശത്തോടുകൂടി സമീപിച്ചപ്പോൾ ഇത് കണ്ട് കോപിഷ്ഠനായ മഹാദേവൻ തൻ്റെ ത്രിശൂലം കൊണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു തല വെട്ടിയെന്നാണ്. അപ്പോൾ ഈ ഒരു തല മഹാദേവൻ്റെ ത്രിശൂലത്തിൽ കുടുങ്ങിക്കിടക്കുകയും അതുവഴി മഹാദേവന് ബ്രഹ്മഹത്യാ പാപം ബാധിക്കുകയും ചെയ്തു. അങ്ങനെ മഹാദേവൻ ഈ പാപത്തിൽ നിന്നും മുക്തി നേടുന്നതിനായി ഭൂമിയിൽ വന്നിട്ട് ഈ അളകനന്ദ നദിയുടെ തീരത്ത് വന്നപ്പോൾ മഹാദേവൻ്റെ ത്രിശൂലത്തിൽ കുടുങ്ങിയ ബ്രഹ്മാവിൻ്റെ ഒരു തല താഴെ വീഴുകയും അതുവഴി മഹാദേവന് പാപമോചനം ലഭിച്ചു എന്നാണ് വിശ്വാസം. ഈ ബ്രഹ്മകപാലിൽ പിണ്ടദാനം നടത്തിയാൽ പിന്നെ നമ്മുടെ പൂർവികർക്ക് പുനർജന്മമേ ഇല്ല എന്നാണ് വിശ്വാസം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബദ്രിനാരായണ ക്ഷേത്രത്തിലെ ഭഗവാന് നേദിച്ച പ്രസാദം, ആ ചോറാണ് ഇവിടെ ബലികർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചോറിങ്ങനെ നമുക്ക് ബലികർമ്മത്തിന് തരുന്ന സമയത്ത് 21 ഉരുളകളാക്കി ഉരുട്ടി വയ്ക്കാനാണ് അവർ പറയുന്നത്. അതായത് നമ്മുടെ 21 തലമുറകൾക്കും പിന്നീട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയ, അതായത് ഒരു ചെറിയൊരു പുൽക്കൊടിയോട് പോലും എന്തെങ്കിലും ദ്രോഹം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ഒരു ഉറുമ്പിനെ കൊന്നിട്ടുണ്ടെങ്കിലോ ഒക്കെ തന്നെ അവർക്കെല്ലാവർക്കും മോക്ഷത്തിന് വേണ്ടിയാണ് അവിടെയുള്ള അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അവിടുത്തെ ബലികർമ്മം എന്ന് പറയുന്നത്. സത്യത്തിൽ അവിടുത്തെ ആ ബലികർമ്മങ്ങളുടെ മന്ത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണറിയാതെ നിറഞ്ഞു പോകാറുണ്ട്. പിന്നീട് മാത്രമല്ല അവിടുത്തെ ബലികർമ്മങ്ങൾക്ക് ശുദ്ധാശുദ്ധങ്ങളില്ല എന്നാണ്. നമുക്ക് കുളിച്ചോ കുളിക്കാതെയോ ഒക്കെ ബലിയിടാം. ബലിയിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ബദ്രിനാരായണൻ്റെ ദർശനത്തിനായി പോകാമെന്നാണ് ഒരു വിശ്വാസം. ബലിയിട്ടതിന് ശേഷമുള്ള ആ പിണ്ടങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ അളകനന്ദ നദിയിൽ അതായത് ഗംഗാ നദിയിൽ ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.